മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മഹായുതിയിലെ 3 പാർട്ടികളിലെയും പ്രധാന നേതാക്കളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത. ബിജെപിയിൽ നിന്നും ദേവേന്ദ്ര ഫട്നാവിസ്, ശിവസേനയിൽ നിന്നും ഏക്നാഥ് ഷിൻഡെ, എൻസിപിയിൽ നിന്നും അജിത് പവാർ എന്നിവരാണ് ഇന്ന് ഡൽഹിയിൽ ചർച്ച നടത്തുക. മുഖ്യമന്ത്രി പദത്തിനുള്ള അവകാശവാദത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ശിവസേനയ്ക്കുള്ള പദവികളിലും ധാരണയായേക്കും. ജാർഖണ്ഡിന്റെ 14ാം മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ഹേമന്ത് സോറൻ മാത്രമാകും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ മറ്റൊരു ദിവസമാകും. ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിലെ മോർഹബാദി മൈതാനത്ത് വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞ. 49കാരനായ ഹേമന്ത് സോറൻ ഇത് 4ാം തവണയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാകുന്നത്. ബിജെപിക്കെതിരായ പോരാട്ടത്തിൽ ഭരണം നിലനിർത്താനായതുവഴി ഇന്ത്യ മുന്നണിയിൽ ചാമ്പ്യനായി മാറിയ ഹേമന്ത് സോറന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നണിയിലെ പ്രമുഖ നേതാക്കളെല്ലാം എത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, മുഖ്യമന്ത്രിമാരായ മമതാ ബാനർജി, ഭഗവന്ത് മാൻ, സുഖ്വീന്ദർ സിംഗ് സുഖു, കോൺറാഡ് സാഗ്മ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, ഇന്ത്യ മുന്നണിയിൽ നിന്നും തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, ശരത് പവാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗോത്രനൃത്തത്തിന്റെ അകമ്പടിയോടെയാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി ബിർസ മുണ്ട വിമാനത്താവളത്തിലെത്തുന്ന ഇന്ത്യ മുന്നണി നേതാക്കളെ സ്വീകരിക്കുന്നത്. അംഗ നിയമസഭയിൽ 56 സീറ്റ് നേടിയാണ് ഇന്ത്യ മുന്നണി ആധികാരിക ജയം നേടിയത്. 34 സീറ്റ് നേടിയ ജെഎംഎമ്മിന് മുഖ്യമന്ത്രിയെ കൂടാതെ 6 മന്ത്രിമാർ, 16 സീറ്റ് നേടിയ കോൺഗ്രസിന് 4 എംഎൽഎമാരുള്ള ആർജെഡിക്ക് 1 മന്ത്രി എന്നതാണ് നിലവിലെ ധാരണ. മുന്നണിയുടെ ഭാഗമായ സിപിഐഎംഎൽ ലിബറേഷൻ മന്ത്രിസഭയിൽ പങ്കാളിത്തം വേണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കഴിഞ്ഞ ദിവസം ഹേമന്ത് സോറൻ സന്ദർശിച്ചിരുന്നു. ജാർഖണ്ഡിന്റെ വികസനത്തിനും വളർച്ചയ്ക്കുമുള്ള പദ്ധതികൾക്ക് പിന്തുണ തേടിയെന്നും അദ്ദേഹം പറഞ്ഞു. 1 മാസം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നാൽ 2000-ൽ രൂപീകരിച്ച ജാർഖണ്ഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന റെക്കോർഡ് ഹേമന്ത് സോറന്റെ പേരിലാകും. ജെഎംഎം സ്ഥാപകനും മുൻ മുഖ്യമന്ത്രിയുമായ ഷിബു സോറന്റെ മകനായ ഹേമന്ത് 2013 ജൂലൈയിൽ ആദ്യ തവണ മുഖ്യമന്ത്രിയാകുമ്പോൾ പ്രായം 37 മാത്രമായിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. നവീൻ ബാബുവിന്റെ ഭാര്യ ഇതിനോടകം ഹർജി നൽകിയിട്ടുണ്ടെന്നും അതിനാൽ പൊതു താൽപര്യ ഹർജിക്ക് പ്രസക്തിയില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഹൈക്കോടതി ഹർജി തീർപ്പാക്കിയത്. എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സിബിഐയുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാട് വ്യക്തമാണ്. സിബിഐ കൂട്ടിലടച്ച തത്തയാണെന്നും എങ്ങോട്ട് വേണമെങ്കിലും നിലപാട് മാറുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു. എഡിഎമ്മിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തെ സിപിഎം എതിർക്കുന്നത് സംശയാസ്പദമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. കുടുംബത്തിന്റെ ആവശ്യത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർക്കാരിനെ മറികടന്നുള്ള വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു.